നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രാർത്ഥനാ രൂപയിൽ വളരാൻ തനിക്ക് ലഭിച്ച സഹായങ്ങൾ വ്യക്തമാക്കി മാർപ്പാപ്പ. തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും വിശുദ്ധ യൗസപിതാവിനോടുള്ള ഭക്തി തന്നിൽ വളർത്തിയതും തന്റെ മുത്തശ്ശിയാണെന്ന് പാപ്പ പറഞ്ഞു. എന്നാൽ താൻ സെമിനാരിയിലായിരുന്നപ്പോഴും പിന്നീട് തനിക്കുണ്ടായിരുന്ന ആധ്യാത്മിക പിതാക്കന്മാരാണ് തന്നെ പ്രാർത്ഥനയിൽ വളർത്തിയത്. പ്രത്യാശയുടെ തീർത്ഥാടകരുടെ പ്രാർത്ഥന എന്ന പേരിൽ സെന്റ് പോൾ പ്രസാധകശാല പുറത്തിറക്കിയ പുസ്തകത്തിനെഴുതിയ അവതാരികയിലാണ് പാപ്പ ഇങ്ങനെ എഴുതിയത്. പരിശുദ്ധാത്മാവിനെ ഇടം കൊടുക്കാനായി ഹൃദയം തുറന്നു വേണം പ്രാർത്ഥിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ആരാധനക്രമ സംഗീതത്തിന്റെ പ്രാധാന്യവും മഹത്വവും ലോകത്തോട് പ്രഘോഷിക്കുവാൻ സംഗീത വീഡിയോകളുമായി ബ്രിട്ടീഷ് അതിരൂപത. ലണ്ടനിലെ സൗത്ത് വാർക്ക് അതിരൂപതയാണ് ആരാധനക്രമ സംഗീതത്തിന്റെ മഹത്തായ പാരമ്പര്യവും പ്രാധാന്യവും എടുത്തുകാണിച്ച് വീഡിയോകളുടെ പരമ്പര പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ആരാധനക്രമ സംഗീതത്തെ സംരക്ഷിക്കാനും കൂടുതൽ ആളുകളെ കത്തോലിക്ക സഭയിലേക്ക് നയിക്കാനും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിരൂപത. സൗത്ത് വാർക്കിലെ സെന്റ് ജോർജ് കത്തീഡ്രലിലാണ് ആരാധനക്രമ സംഗീതത്തിന്റെ അതിമനോഹരമായ വീഡിയോകൾ ഷൂട്ട് ചെയ്തത്. വിവിധ പ്രായത്തിലും വൈദഗ്ധ്യത്തിലും ഉള്ള ഗായകരെ അവതരിപ്പിക്കുന്ന വിപുലമായ ഗായക സംഘം സെന്റ് ജോർജ് കത്തീഡ്രലിനുണ്ട്. മാഹി സെന്റ് തെരേസ ബസിലിക്ക തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് ഇന്ന് കൊടിയേറി. രാവിലെ 11:30 വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പതാക കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ഡോക്ടർ ജെൻസൺ പുത്തംവീട്ടിൽ പ്രാർത്ഥനാ ചടങ്ങുകളോടെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഉച്ചയ്ക്ക് 12 അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുസ്വരൂപം രഹസ്യ അറയിൽ നിന്നെടുത്ത് പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. 4 മുതൽ 15 വരെയുള്ള തീയതികളിൽ പ്രധാന തിരുനാൾ നടക്കും. 14 വൈകുന്നേരം തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം, 15 പുലർച്ചെ ഉരുൾനേർച്ച എന്നിവ നടക്കും. വിശുദ്ധ കുർബാന നിയോഗം നൽകുന്നതിനും അടിമ വയ്ക്കുന്നതിനും നേർച്ചകൾ സമർപ്പിക്കുന്നതിനും കുംഭസാരത്തിനും എല്ലാ ദിവസവും സൗകര്യം ഉണ്ടായിരിക്കും. ബുർക്കിന ഫാസോയിലെ ബർസലോഗ പട്ടണത്തിൽ അൽ ഖൈദയുമായി ബന്ധമുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 600 പേർ കൊല്ലപ്പെട്ടതായി CNN റിപ്പോർട്ട് ചെയ്തു. ആഗസ്റ്റ് 24 തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഫ്രഞ്ച് സർക്കാർ സുരക്ഷാ വിലയിരുത്തൽ പ്രകാരം മുൻപുള്ള റിപ്പോർട്ടുകളിൽ ഉദ്ധരിച്ച മരണസംഖ്യയുടെ ഇരട്ടിയാണിത്. സമീപകാല ദശകങ്ങളിൽ ആഫ്രിക്കയിലെ ഏറ്റവും മാരകമായ ആക്രമണമായിരുന്നു ഇത്. മാലി ആസ്ഥാനമുള്ളതും ബുർക്കിന ഫാസോയിൽ സജീവവുമായ അൽ ഖൈദയുടെ അനുബന്ധ സംഘടനയായ ജമാഅത്ത് നസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിമീൻ തീവ്രവാദികളാണ് ഗ്രാമവാസികളെ കൊന്നൊടുക്കിയത്. ഒരു തീർത്ഥാടനം പോലെ വിശുദ്ധ ഭൂമിയിലെ എന്റെ ദിനങ്ങൾ എന്ന പുതിയ പുസ്തകത്തിന്റെ രചയിതാവും വിശുദ്ധ നാടിന്റെ കസ്റ്റോസിൽ ഒരാളുമായ ഫ്രാൻസിസ്കോ പാറ്റനയെ പ്രശംസിച്ച് ഫ്രാൻസിസ് പാപ്പ. പുസ്തകത്തിനു നൽകിയ ഹൃദയസ്പർശിയായ ആമുഖത്തിലാണ് സമാധാനത്തിനും സംഭാഷണത്തിനും ഐക്യത്തിനും വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന പുരോഹിതനെ പാപ്പ അഭിനന്ദിച്ചത്. 76 വർഷങ്ങളായി വിശുദ്ധ നാട്ടിൽ നീണ്ടു നിൽക്കുന്ന സംഘർഷം ഉൾപ്പെടെ അവർ നേരിടുന്ന വെല്ലുവിളികളെ മാർപ്പാപ്പ അംഗീകരിക്കുകയും ഈ സങ്കീർണതകളിലും ഒരു നാടിനെ വഴി നടത്തുന്നതിൽ ഫാദർ പാറ്റിന്റെ നേതൃത്വത്തെയും വിനയത്തെയും നിർണായകതയെയും പാപ്പ പ്രശംസിക്കുകയും ചെയ്തു. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.